യേശു അവനോട്, നീ കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ധാർമ്മികത നഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിലും വൈതരണികളിൽ അകപ്പെടുമ്പോൾ വ്യക്തിജീവിതത്തിലും കൂരിരുൾ കടന്നുകൂടും. ഇത് കാഴ്ചയ്ക്ക് തടസ്സമാവുകയും ചെയ്യും. ഇരുട്ടിന്റെ അവസ്ഥ പാപത്തിലേക്കും പാപബന്ധനങ്ങളിലേക്കും കടന്നു പോകുന്നതിന് ഇടയാകും. ഇത്തരം സാഹചര്യത്തിൽ സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും നിലവിളികൾ സാധാരണമാണ്. യഥാർത്ഥ നിലവിളികൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരവും രൂപാന്തരവും ലഭ്യമാകും. ഇവിടെ ഈ അന്ധനായ മനുഷ്യൻ അവൻ്റെ കണ്ണു കാണാൻ കഴിയാത്ത ദയനീയ അവസ്ഥയിൽ നിലവിളിക്കുകയാണ്. അവൻ്റെ ഇടവിടാതെയുള്ള നിലവിളിക്ക് പ്രതികരണം ഉണ്ടാകുന്നു. ക്രിസ്തു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറയുന്നു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ക്രിസ്തു അവനോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ അന്ധനായ മനുഷ്യൻ സൗഖ്യമായി ക്രിസ്തുവിനോടൊപ്പം യാത്രയിൽ പങ്കുചേരുന്നു. ദൈവത്തിങ്കിലേക്ക് വ്യക്തികൾ അടുക്കുമ്പോൾ ദർശനം സാധ്യമാകും. ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുകയും ക്രിസ്തുവുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ വ്യക്തികളിൽ സാധ്യമായി തീരും. ആയതിനാൽ ഈ പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് നമുക്ക് അടുത്തു വരുവാനും യഥാർത്ഥ കാഴ്ചയിലൂടെ ആന്തരിക രൂപാന്തരത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ച അങ്ങയോട് എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച അന്ധനായ മനുഷ്യനോട് കരുണ കാണിച്ചവനായ കർത്താവേ, ബലഹീനരായ ഞങ്ങളും ശരിയായ കാഴ്ചയിലേക്ക് കടന്നു വന്ന് രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.